കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് താഴെയിറക്കിയിട്ടും തോൽവിയിൽ നിന്നും ഇനിയും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ധാർഷ്ട്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ ശൈലജ ടീച്ചറുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടും CPM-ൽ നേതൃത്വ മാറ്റം ഉണ്ടാകില്ല എന്ന ശൈലജ ടീച്ചറുടെ പ്രസ്താവന കേവലമൊരു ന്യായീകരണമല്ല, അത് കേരളത്തിലെ വോട്ടർമാരോടുള്ള വെല്ലുവിളിയാണ്. തോറ്റാൽ നേതൃത്വത്തെ മാറ്റാൻ ഇത് കോൺഗ്രസ് അല്ല എന്നാണ് ടീച്ചറുടെ വാദം. ശരിയാണ്, ജനവികാരം മാനിച്ച് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത നേതാക്കൾ മാറുന്നതാണ് ജനാധിപത്യ രീതി. അതില്ലാത്തതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പാർട്ടിക്ക് ഇന്ന് ഈ ഗതി വന്നത് എന്ന സഖാക്കൾ എന്നാണ് തിരിച്ചറിയുക. തെറ്റുതിരുത്തിയാൽ ആർക്കും പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്ന് MV ജയരാജൻ പറയുമ്പോൾ അതൊക്കെ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയതാണ്, കാത്തിരുന്നു കാണാമെന്നാണ് ശൈലജ ടീച്ചർ ഒഴുക്കൻ പ്രതികരണം നടത്തിയത്. അതായത് പാർട്ടി ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയിൽ സ്വന്തം നേതാക്കൾക്ക് പോലും ഒരു വ്യക്തതയുമില്ല. തെറ്റുതിരുത്തിയാൽ ആർക്കും പാർട്ടിയിലേക്ക് വരാമെന്ന് ജയരാജൻ പറയുമ്പോൾ അതൊക്കെ സെക്രട്ടറി നോക്കിക്കോളുമെന്ന മറുപടി നല്ല അസലായിട്ടുണ്ട്. പിന്നെ ദിവ്യ എസ് അയ്യരെ മാറ്റിയതിനും പ്രതികരണമായിട്ട് ശൈലജ എത്തി. അതിനെ വലിയ വിവാദമാക്കണ്ട എന്ന ശൈലജയുടെ നിലപാട് ദിവ്യയെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം CPM-കാർക്കുള്ള അടി തന്നെയാണ്. ഭരണപരമായ വീഴ്ചകളെയും ഉദ്യോഗസ്ഥ ധാർഷ്ട്യങ്ങളെയും രാഷ്ട്രീയമായി തുറന്നു കാട്ടുന്നതിൽ ശൈലജ ടീച്ചർ കാട്ടാറുള്ള ആ കൃത്യത ദിവ്യ എസ് അയ്യരുടെ കാര്യത്തിലും കാണിച്ചു. വിഴിഞ്ഞം പോർട്ട് MD സ്ഥാനത്ത് നിന്നും ദിവ്യ എസ് അയ്യരെ പുറത്താക്കിയതിൽ UDF സർക്കാർ നടത്തിയതിനെ ശൈലജ പറഞ്ഞത് വെറും ഒരു പ്രസ്താവനയായിരുന്നില്ല, മറിച്ച് ദിവ്യ എസ് അയ്യർ എന്ന ഉദ്യോഗസ്ഥരുടെ പ്രവർത്തന ശൈലിയെയും അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങളെയും കൃത്യമായി പൊളിച്ചടക്കുന്നത് കൂടിയാണെന്നാണ് ഇപ്പോൾ UDF വിഭാഗങ്ങൾ പറയുന്നത്. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായിട്ടും കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പോകരുത് എന്ന് ശൈലജ ടീച്ചർ ഊന്നി പറയുമ്പോൾ അത് ആർക്ക് നേരെയുള്ള കൊട്ടാണ് എന്ന് വ്യക്തമാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ മറവിൽ കോർപ്പറേറ്റുകൾക്ക് വഴിവിട്ട സഹായം നൽകുവാനും ജനവിരുദ്ധ നിലപാടുകൾ കൈക്കൊള്ളുവാനും ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു എന്നതിന്റെ പരസ്യമായ വിചാരണയാണ് ടീച്ചർ ഇവിടെ പറയാതെ പറഞ്ഞത്. പുതിയ സർക്കാർ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ദിവ്യ എസ് അയ്യരെ മാറ്റിയതിനെ വലിയൊരു വിവാദമാക്കി മാറ്റാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുമ്പോഴാണ് ടീച്ചർ അതിനെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകണം, പക്ഷേ അത് ജനങ്ങളെ പിഴിഞ്ഞും കോർപ്പറേറ്റുകളെ ഊട്ടിയുമാകരുത് എന്ന കൃത്യമായ ഇടതുപക്ഷ ബദൽ നിലപാട് ടീച്ചർ മുന്നോട്ട് വെച്ചപ്പോൾ അവിടെ പൊളിഞ്ഞുപോയത് ദിവ്യയുടെ കാപട്യമുഖമാണ്. ദിവ്യ എസ് അയ്യർ ഇവിടെ ഇരുന്നപ്പോൾ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടോ എന്ന ചോദ്യം ഇവിടെ ശൈലജ ടീച്ചറുടെ വാക്കുകളിലൂടെ ബാക്കി വെക്കുകയാണ്. കൂടാതെ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ജാഗ്രത വേണമെന്ന ടീച്ചറുടെ വാക്കുകളും ഇപ്പോഴത്തെ UDF സർക്കാരിന്റെ നേരെ പറയുന്നുണ്ട്. ഭരണം മാറിയപ്പോൾ ആരോഗ്യരംഗത്ത് ഉണ്ടാകുന്ന അനാസ്ഥകളെയും പകർച്ചവ്യാധി മരണങ്ങളെയും വലിയ വിവാദമാക്കാൻ CPM നോക്കുമ്പോഴും നല്ല രീതിക്കാണ് എല്ലാം പോകുന്നത് എന്ന നിലപാട് തന്നെയാണ് കെ ശൈലജ ടീച്ചർ എടുത്തത്. ഏത് പാർട്ടി ഭരിച്ചാലും ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്ന കനത്ത മുന്നറിയിപ്പും കെ ശൈലജ ഭരണാധികാരികൾക്ക് നൽകുന്നുണ്ട്.